കണക്ക് തീർത്തു തുടങ്ങൽ. കൂട്ടത്തിൽ എടുത്തുചാട്ടക്കാരനെ തന്നെ തിരഞ്ഞെടുത്തു, സാമുവൽ. ഇവിടെ എത്തിയത് മുതൽ അയാൾക്ക് എന്നിലുള്ള നോട്ടം മുതലെടുത്താൽ കെണിയിലേക്ക് അവൻ നടന്നെത്തുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്ത്? എന്തെങ്കിലും? പക്ഷേ ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല. പിന്നെ അതെന്തിനാ? ഇവിടെ എന്താ കുഴപ്പം? ആരെങ്കിലും കാണുമെന്ന് ഓർത്തിട്ടാണോ? ഞാൻ മുറിയിൽ വരാം, ഡോർ ലോക്ക് ചെയ്യാതിരുന്നാ മതി. അതുമാത്രല്ല, ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനും പറയാനും സ്പെഷ്യലായിട്ടുള്ള സ്ഥലങ്ങളാണ് നല്ലത്. അവനെന്തിനാ ആ നേരത്തെ കുളക്കടവിൽ പോയത്? അറിയില്ല, പണിക്കാരനെ കണ്ടത്. ആദ്യത്തെ കുറുക്ക് കൃത്യമായി വീണതിൻ്റെ ആശ്വാസം. ഇനിയുള്ള ചുവടുകളിൽ ധൈര്യം തീരുമെന്നെൻ്റെ വിശ്വാസത്തിന് അധിക ആയുസുണ്ടായില്ല. എങ്ങനെയാ ചത്തത്? കുളത്തിൽ വീണു, കുടിച്ചിട്ടുണ്ടായിരുന്നു. താഴെ
എന്നാരും അന്വേഷിക്കണില്ലേ? താൻ സാമുവലിന്റെ ബോഡി കാണുമ്പോ അവിടെ വേറെ ആരെങ്കിലും കണ്ടായിരുന്നോ? ഏയ് ഇല്ല. താൻ ആ സമയത്ത് എന്തിനാ അവിടെ പോയത്? ഞാൻ കുളിക്കാനായിട്ട്. എന്താ ചോദിച്ചേ? ഏയ് ഒന്നുമില്ല. എന്താ ഓർക്കുന്നത്? ഈ സോങ് എന്തൊരു ഫീലാലേ. പോടൂ, ആവുന്നല്ല. നീ വേറെന്തോ ആലോചിക്കുകയാണ്. ഏയ് ഒന്നുമില്ല, നമ്മൾ എങ്ങനെയാവും പിരിയാന്ന് ആലോചിക്കായിരുന്നു. എന്തിനാ പിരിയുന്ന? ഒന്നുമില്ല, എന്തോ അങ്ങനെ ഒരു തോന്നൽ. നമ്മൾ ഒന്നിക്കാൻ ചാൻസ് ഇല്ലാത്ത പോലെ. നിനക്ക് ഈ വേണ്ടാത്ത ആലോചനകൾ മാത്രമേ ഉള്ളൂ. എന്തിപ്പോ അങ്ങനെ തോന്നേ? എന്റെ വീട്ടിൽ സമ്മതിക്കില്ലാന്ന് വിചാരിച്ചിട്ടാണോ? ഏയ് അതൊന്നല്ല. എനിക്കിതിനെ ഭയങ്കര ഇഷ്ടമാണോ. അതിന് ചെറുപ്പം തൊട്ട് ഒരുപാട് ഇഷ്ടമുള്ള ഒന്നും എനിക്ക് കിട്ടാറില്ല. ഇതും അങ്ങനെ ആവുമെന്നൊരു. ഓ അങ്ങനെ. എന്നൊരു കാര്യം ചെയ്യ്, ഇപ്പോഴുള്ള ഇഷ്ടം കുറച്ച് കുറച്ചോ. ശ്രമിക്കുന്നുണ്ട്. കൊല്ലിഞ്ഞ് അതല്ലടോ, ചിലപ്പോൾ ഇതെന്റെ ഇതുവരെയുള്ള അനുഭവം കൊണ്ട് തോന്നുന്നതായിരിക്കാം. എനിക്കെന്റെ മമ്മയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ പപ്പ ഇതുപോലൊന്നും അല്ലായിരുന്നു പണ്ട്. കിട്ടുന്ന കാശിനൊക്കെ കുടിക്കും. കുടുംബത്തെക്കുറിച്ച് ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. എന്നെയും വളർത്താനും പഠിപ്പിക്കാനും ഒക്കെ എൻ്റെ മമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു. അധ്വാനം കൂടുതലുണ്ടായിരിക്കും. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ജോലിയൊക്കെ കിട്ടി മമ്മയെ നോക്കാറായപ്പോഴത്തേക്കും അമ്മ പോയി. അതെനിക്കൊരു വലിയ ഷോക്കായിരുന്നു. പിന്നെ അന്നെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പിടിച്ചു നിന്നത്. ഇപ്പം എനിക്ക് കുറച്ച് കൂടുതൽ സന്തോഷം തോന്നിയാൽ പോലും ഭയങ്കര പേടിയാ. ഇനി ഇതിലും വലിയ സങ്കടം എന്തെങ്കിലും വരാനാണോ ഇങ്ങനെയെന്ന്. എൻ്റെ കാര്യം നേരെ തിരിച്ചാണ്. ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നതൊക്കെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടായാലും എനിക്ക് കിട്ടാറുണ്ട്. അതുകൊണ്ട് ആ പേടി വേണ്ട. കാരണം ഇതിനു മുമ്പുള്ള എൻ്റെ ഒരു ഇഷ്ടവും ഇതിലും വലുതായിരുന്നില്ല. ശരിക്കും ഗ്ലാസ്. അന്ന, ഇനിയുള്ള നീക്കങ്ങൾ കുറെ കൂടെ ശ്രദ്ധിക്കണം. ലോക്കയ്ക്ക് എന്തൊക്കെയോ സംശയം ഉണ്ടെന്ന് തോന്നുന്നു. അവനെങ്ങനെ മനസ്സിലായി? അതറിയില്ല. തോട്ടത്തിലെ ജോലിക്കാരനായിട്ട് സംസാരിക്കുന്നത് കേട്ടു. ഞാൻ പുറത്തിറങ്ങാൻ നോക്കേണ്ടത് ലോക്കയുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പുറത്തു പറയണമെങ്കിൽ അവന് അത്രയും ഉറപ്പുണ്ടാവണം. എന്തായാലും ഇനിയുള്ള പ്ലാനുകളിൽ കൂടുതൽ കരുതൽ വേണം. എന്താണ് അയാൾക്ക് സംശയം തോന്നാനുള്ള കാരണം എന്നറിയണം. തുടക്കത്തിൽ സംശയത്തിന് നിഴലുണ്ടാവുന്നത് നല്ലതല്ല. ഞാൻ ശ്രമിക്കാം. അന്നിപ്പോൾ പോയിക്കോളൂ.
ലൂക്കയുടെ കൊലപാതകം തീരുമാനിച്ചുറപ്പിച്ചതായിരുന്നില്ല. അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ആ മരണത്തിൽ മുളച്ചു നിന്നിരുന്നു. തുടർച്ചയായ 2 മരണങ്ങൾ. കാരണമറിയാത്തൊരു ഭയം ആ വീടിനെ മൂടി നിന്നു. ഫാദർ, ചിലപ്പോൾ ഞങ്ങളുടെ തോന്നലാവാം. പക്ഷേ സാമുൽ മരിച്ചു വെറും 4 ദിവസമേ ആയിട്ടുള്ളൂ. അതിനുള്ളിൽ ലോക്കയും. ഒരു ജോലിക്കാരൻ എന്നതിനേക്കാൾ ഈ കുടുംബത്തോടും വിശ്വാസത്തോടും കൂടെ നിന്ന ആളായിരുന്നു ലോക്ക. സാമൂല് കുളത്തിൽ വീണ് മരിച്ചതും ലൂക്ക കോണിപ്പടിയിൽ നിന്നും കാലുതെറ്റി വീണ് മരിച്ചതും എനിക്കെന്തോ സ്വാഭാവികമായി തോന്നുന്നില്ല ഫാദർ. പ്രത്യേകിച്ച് കോണിപ്പടിയിലെ എണ്ണപ്പാടുകൾ. പിന്നെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഫാദർ, നമുക്കെന്തെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടാവോ? നമ്മൾ കൊടുത്ത ബലി അവൻ സ്വീകരിച്ചിട്ടുണ്ടാവില്ലേ? വിട്ടിത്തം പറയാതിരിക്കെ. ബലി കൊടുത്ത ഒരു ആത്മാവും തിരികെ വരില്ല. നമ്മുടെ കാവൽ മാലാഖയിൽ വിശ്വസിക്കേ. ഈ വീട്ടിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും ഒന്നുകിൽ നമ്മുടെ നിർഭാഗ്യം കൊണ്ട് സംഭവിക്കുന്നതാവാം, അല്ലെങ്കിൽ ആരെങ്കിലും ഈ വീടിനെ നാശം വിതയ്ക്കാൻ ആഗ്രഹിച്ച് പതിയിരുന്ന് ചെയ്യുന്നതാവാം. ആര്? ജൂഡുമായി സംസാരിക്കാറുണ്ടോ? ഉണ്ട്, പക്ഷെ ഒന്നും തലേ കയറുന്നില്ല. ശരിയാക്കാം. സമയമെടുക്കും. അതുവരെ അയാൾക്ക് നമ്മളോട് പകയുണ്ടാവാം. അതിരിക്കട്ടെ, അയാൾ മുറിയിൽ സുരക്ഷിതനാണോ? അതെ ഫാദർ, അവന്റെ മുറി എപ്പോഴും പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ്. ലൂക്കയാണ് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നത്. ആരെങ്കിലും പുറത്തുനിന്ന് തുറക്കാതെ അവനൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ വീട്ടിൽ വേറെ ആരൊക്കെയാ പുറത്തുനിന്നുള്ളത്? ഇവിടെ അടുക്കളയിലെ കാര്യങ്ങൾ നോക്കാൻ ഒരു സ്ത്രീ ഉണ്ട്. അവര് വൈകുന്നേരം പോവും. പിന്നെയുള്ളത് അപ്പനെ നോക്കാൻ വന്ന ഹോം നേഴ്സാ. അവർക്ക് ആർക്കെങ്കിലും ജോഡി വീട്ടിലുള്ള അറിയോ? സാധ്യതയില്ല. ആരും അങ്ങനെ മുകളിലോട്ട് പോകാറില്ല. ഈ വീടിന് പുറത്തുള്ള ഒരാളും കുറച്ചു ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ഉടനെ ഒരു പ്രാർത്ഥനയ്ക്കുള്ള സമയം കുറിക്കണം. ആ വീട് മുഴുവൻ ജാഗ്രത കാണിച്ചു തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി. പതുങ്ങിയിരിക്കുന്ന മരണത്തിന്റെ മണം ഫാദർ ഗബ്രിയേൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. അന്ന, ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞ ഒരു ഇടം വരെ പോവാണ്. ഒരു പ്രാർത്ഥനയുണ്ട്. അന്നെ ഒന്ന് വീട്ടിലോട്ട് പോക്കോ. വീട്ടിലെ നമ്പർ എന്നാ വിളിപ്പിക്കാം. ശരി. കയ്യിലിനി 2 രാത്രികൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഓരോരുത്തർക്കായി കാത്തിരിക്കാൻ പിന്നെ സമയമുണ്ടായിരുന്നില്ല. ഒരിക്കൽ കൂടി ജൂഡുമായി സംസാരിക്കുന്നത് പോലും അപകടമായേക്കാം. അതുകൊണ്ട് ഇനിയുള്ള ഏത് നീക്കവും ഒരു കലാശപ്പോരിനുള്ളതായിരിക്കണം. സംഭവിക്കുന്നത് എന്തെന്ന് ആ വീടോ വീട്ടുകാരോ അറിയും മുമ്പ് എല്ലാവരെയും കൊന്ന് തൊട്ടടുത്ത ദിവസം തന്നെ ഇവിടെ നിന്ന് പുറത്തു കടക്കാൻ ഉറപ്പിച്ചു.